ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വീക്ക്ലി ഒരു 2 അല്ലെങ്കിൽ 3 ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ഇപ്പം ഞാൻ മേക്കിംഗ് വീഡിയോസും പാർസൽ പോകുന്നതൊക്കെ കുറേശ്ശെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും അത് തിരക്ക് പിടിച്ച ചെയ്യാറ്, അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം ഞാൻ കഴിയുന്നതും അതൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ ഒരുപാട് പേര് ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്നുണ്ടാകും. ഈ ക്യാരറ്റും കുങ്കുമം മാത്രം മതിയോ കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കാൻ എന്ന് ചോദിക്കുമ്പോൾ യെസ്, അത് മതി. അപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക്, ഞാനിപ്പോൾ ഈ പറയുന്നത് 1 വയസ്സ് അല്ലെ 1.5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ്. മാക്സിമം പോവാണെങ്കിൽ 2 വയസ്സ് വരെ. അതുവരെയൊക്കെയാണല്ലോ നമ്മൾ അവർക്ക് എടുക്കുന്ന സോപ്പായാലും ലോഷൻസ് ആയാലും നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചും കണ്ടും നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്യും? കാരണം സോപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന സെബാമെഡ്, അങ്ങനെ നമ്മൾ pH ലെവൽ കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പം മാർവാസിൻ്റെ ബേബി സോപ്പിൽ നമ്മളത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഇരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് എൻ്റെ അടുത്ത് ഇവിടെ വീട്ടിൽ ഞാൻ മോൻക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബോക്സ് കൊടുന്ന് വെച്ചാണ്. ഇപ്പം നമ്മൾ സ്ക്വയറിലാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് പുതിയ ബാച്ച് മുതൽ, അതായത് എന്നാൽ ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയത് 2 ദിവസം മുമ്പ്. ഓക്കെ, അപ്പോൾ ആ ഉണ്ടാക്കിയ ബാച്ചിൽ ഞാൻ കുറച്ചും കൂടെ സൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ ബേബി സോപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടുന്നുണ്ട്. സിമ്പിളാണിത്. ഇതിൽ നമ്മൾ ഒരു കാര്യം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ കുങ്കുമം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഇതുണ്ടല്ലോ ക്യാരറ്റ്, നമ്മൾ ഒരു ഫ്രാഗ്രൻസും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണിത്. അതായത് ഇതിൽ നിങ്ങൾക്ക് മണത്തിന് ചിലപ്പം ചെറുതായിട്ടൊരു തുളസിയുടെ മണം ഉണ്ടാവും. അത് ഞാൻ ചെറുതായിട്ട് ഈ കുട്ടികൾക്ക് ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ അങ്ങനെ ഒരു രീതിയിൽ വേണ്ടിയിട്ടാണ് ഈ തുളസി ആഡ് ചെയ്യുന്നത്. പിന്നെ അത് ആ നീര് പിഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഇതിൽ കുങ്കുമം, നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ക്യാരറ്റ് വെള്ളം പാരാതെ നമ്മൾ അരച്ചിട്ട് നമ്മൾ അതിൻ്റെ നീരാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കി മിക്സ് ചെയ്തതിൽ പാർന്നു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം, ഇപ്പം നിങ്ങളിത് വാങ്ങിക്കുന്ന സമയത്തിന് ഇതിന് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പം ഇതിൻ്റെ ഷെയ്ഡ് കുറച്ച് മങ്ങും. അതിൻ്റെ റീസൺ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ക്യാരറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അരച്ചിട്ട് നിങ്ങൾ സോപ്പിൻ്റെ ബേസിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ദിവസം കൂടുന്തോറും അതിൻ്റെ ആ കളർ നിങ്ങൾക്കൊന്ന് മങ്ങും. പക്ഷേ ക്യാരറ്റിൻ്റെ പൊലിമ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. പിന്നെ ഞാൻ ഇതിൽ റോ ആയിട്ട് നമ്മളുടെ കാശ്മീരി കുങ്കുമം ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല, കണ്ടോ? ഇവിടെ കാണൂല, കാണുന്നില്ല. എങ്ങനെയായാലും ഒരു 10 സ്ട്രിപ്പിൻ്റെ അടുത്ത് നമ്മളൊരു സോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് 109 രൂപയ്ക്ക് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് മാർവാസിൻ്റെ ഏത് സോപ്പാണെങ്കിൽ പോലും നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മന്ത് എങ്ങനെ വന്നാലും ഒരു സോപ്പ് യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ മോൻക്ക് മുന്നൂനൊക്കെ ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1.5 മാസമൊക്കെ ഞാൻ ഒരു സോപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന ഗ്ലിസറിൻ്റെ സോപ്പ് ബേസിലാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഓൾറെഡി എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച് റിസൾട്ട് കണ്ടവരായിരിക്കും ബേബി സോപ്പ് ധൈര്യമായിട്ട് വാങ്ങിക്കുക. ഫസ്റ്റ് ടൈം ബേബി സോപ്പ് പർച്ചേസ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. ബേബി സോപ്പ് മാഷാഅല്ലാ നമ്മളെടുത്തുനിന്ന് ഒരു തവണ വാങ്ങിച്ചവർ പിന്നെ ഏത് പ്രോഡക്റ്റ് ആയാലും ഒരു തവണ വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കാതിരുന്നിട്ടില്ല. എന്തെങ്കിലും യൂസേജിൻ്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് റിസൾട്ട് നെഗറ്റീവായിട്ട് വരും എന്നല്ലാതെ, ഈ പ്രോഡക്റ്റ് എന്നല്ല മാർവാസിൻ്റെ ഏത് പ്രോഡക്റ്റിലും അങ്ങനെ വരും എന്നല്ലാതെ ഒരു പ്രശ്നം വരാറില്ല. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ ഇനി അതായത് പഴയ ബാച്ച് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ബാച്ച് നമ്മളിപ്പോൾ ചെയ്തത് സ്ക്വയർ ഷേപ്പിലാണ്. കുറച്ചും കൂടെ ഞാനൊന്ന് വെയിറ്റ് കൂട്ടിയുന്നുണ്ട്. അപ്പോൾ ഞാനത് പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഷേപ്പ് വേറെ വന്നിട്ട് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. അപ്പോൾ ക്യാരറ്റും കുങ്കുമം മാത്രം ഇട്ടിട്ട് തുളസിയുടെ നീരും ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചു, കസ്റ്റമൈസ്ഡ് ഓയിൽ കുങ്കുമം മാത്രം ഇട്ടാണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, എന്നാൽ എനിക്ക് കുറച്ച് കുങ്കുമം അയച്ചിട്ട് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കുങ്കുമം വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഏതിനായാലും ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയുണ്ട് ചെയ്യുന്നതിന്. സോപ്പായാലും ശരി, എന്തായാലും ശരി. ഞാനിപ്പോൾ ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കണ്ടിട്ടുള്ള ക്യാരറ്റ് എടുക്കുക. അതുപോലെ തന്നെ തുളസിയുടെ നീരായാലും ഇത് വെറുതെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ഈ തുളസി, കറ്റാർവായ, ചെമ്പരത്തി ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അത് കുറച്ച് ആദ്യമൊക്കെ നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ടായിരുന്നു എടുത്തിരുന്നത്. ഇപ്പം ഞാൻ തന്നെ കൃഷി ചെയ്തിട്ട് ഞാൻ തന്നെ എൻ്റെ സ്ഥലമൊക്കെ ഞാൻ ഇൻഷാല്ല വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാല്ല.
പിന്നെ ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് മന്ത് കാശ്മീർ പോകുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കുങ്കുമത്തിൻ്റെ ഡയറക്റ്റ് ഫാമിൽ പോയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒന്നാമത് മോനുള്ളതുകൊണ്ട് പരിമിതികളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച പോലുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റാറില്ല. എന്നാലും ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കഴിയുന്നതും കമ്പനി പോയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ മാർവാസിൻ്റെ ബേബി സോപ്പ് എൻ്റെ ഒരു മോൻ്റെ ഫേസ് കട്ട് തോന്നും ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് മോയ്സ്ചർ ആവാനും ഈ എണ്ണ തേക്കുന്നതിൻ്റെ മേലെ ഈ ബേബി സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുളിപ്പിക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല മാറ്റമാണ്. ഇനിയിപ്പോൾ ഒരു 1.5 വയസ്സായി 2 വയസ്സായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നിങ് സോപ്പും ഫോളോ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. ഇനി താഴെ കമൻറ്റ് വരും പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിട്ട് 109 രൂപ, 109. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.